ഇനി നമുക്കിതിൽ ഈ ഒരു സെഷനിൽ വരുന്ന എക്സസൈസുകൾ കുറച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കാം. So first question, let A equals set 1, 2, 3, 4 up to 14. Define a relation R from A to A. So ഇവിടെ ആറിനെ എവിടെ നിന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്? A to A, എയിൽ നിന്ന് എയിലേക്കാണ്. സോ നമ്മൾ R from A to A എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ. R എന്ന് പറയുന്ന റിലേഷൻ എയിൽ നിന്ന് എയിലേക്ക്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് എലമെന്റ്സ് വരുന്നതും എയിലാണ്, സെക്കൻഡ് എലമെന്റ്സ് വരുന്നത് എവിടെ നിന്നാണ്? എയിൽ നിന്നാണ്. ഇനി ആ റിലേഷൻ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. R equals set xy such that 3x minus y equals 0 where x comma y element of A. Okay, x ഉം y ഉം എയിലെ എലമെന്റ് ആണ്. അപ്പൊ 3x minus y equal to 0. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 1 1 വരാം. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ ആര് വരാം? അക്രോസ് എയിൽ 1 1 വരാം. അപ്പൊ 1 1 ഇവിടെ വരാമോ? 3 into 1 minus 1. 3 into 1 3 ആണ്, minus 1 2 ആണ്, നോട്ട് ഈക്വൽ ടു 0. സോ അതുകൊണ്ട് അത് വരാൻ പറ്റില്ല. അപ്പൊ ഇത് ട്രൂ ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണം ഇങ്ങനെ ഓരോ എലമെന്റ് ആയിട്ട് എടുത്ത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ചെക്ക് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഫോമിൽ കിടക്കുന്നത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ y ഈക്വൽ ടു എന്നുള്ള മോഡിലോട്ട് നമ്മൾ മാറ്റാൻ നോക്കുക. ഓക്കെ, y ഈക്വൽ ടു അല്ലെങ്കിൽ x ഈക്വൽ ടു എന്നുള്ള മോഡിലോട്ട് നമുക്ക് മാറ്റാൻ നോക്കുക. അപ്പൊ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കിക്കേ, 3x minus y equal to 0 ആണ്. അപ്പൊ നമുക്ക് ഈ y അപ്പുറത്തോട്ട് എടുത്താൽ എന്ത് കിട്ടും? 3x equal to y അഥവാ y equal to 3x ആണ് കിട്ടേണ്ടത്. അപ്പൊ എക്സിന് എത്രയാണോ വാല്യൂ വരുന്നത് അതിന്റെ 3 ടൈംസ് ആണ് എന്തിന് വരേണ്ടത്? വൈക്ക് വരേണ്ടത്. അപ്പൊ എക്സിന് 1 വന്നാൽ വൈക്ക് എത്ര വരണം? 3 വരണം. 3 times 1 3. സോ വൈയുടെ വാല്യൂ 3 വരണം. 3 അല്ലാണ്ട് ഏതെങ്കിലും വാല്യൂ വന്നത് ശരിയാവോ? ഇല്ല. സോ 1 3 എന്ന് പറയുന്ന എലമെന്റ് ആയിരിക്കും. അതുപോലെ 2 വന്ന ആര് വരണം? 6 വരണം. 3 times 2. ഓക്കെ, അപ്പൊ അതുപോലെ നമുക്ക് ഓരോന്നും പറയാൻ കഴിയും. ഇനി നമുക്ക് എളുപ്പം അത് എഴുതിക്കൂടെ? റിലേഷനിൽ ആരൊക്കെ കാണും? സെറ്റ് 1 3. എക്സിന് 1 വന്ന വൈക്ക് 3 വരണം. 2 വന്ന വൈക്ക് 6 വരണം. 3 വന്ന വൈക്ക് 9 വരണം. 4 വന്ന വൈക്ക് 12 വരണം. 5 വന്ന വൈക്ക് 15 വരണം. വരാൻ പറ്റുമോ? 5 15? നോക്കിക്കേ, എക്സ് എവിടെ നിന്നാണ് വരുന്നത്? എയിൽ നിന്ന്. വൈ എവിടെ നിന്നാണ് വരുന്നത്? എയിൽ നിന്ന്. എ എന്ന് പറയുന്നത് 1 മുതൽ 14 വരെയുള്ളൂ. സോ എക്സിന് 1നും 14നും ഇടയ്ക്കാണ്. ഓക്കെ, പക്ഷെ വൈ നോക്കിക്കേ, വൈ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? വൈ 15 ആണ് വന്നിരിക്കുന്നത്. 15 എന്ന് പറയുന്നത് 14നെക്കാട്ടി വലുതാണ്. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കാതെ നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ടു പോയാൽ എന്ത് പറ്റും? നമുക്ക് തെറ്റും. ഓക്കെ, അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി എഴുതിയതാണ്. സോ 5 15 വരോ ഇവിടെ? ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കുക, സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 15. അതിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എക്സും വൈയും വരുന്ന സ്ഥലം എവിടെ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, വരുന്ന സെറ്റ് ഏതെന്നുള്ളത് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കാതെ ചാടിക്കേറി അങ്ങ് നമ്മൾ എഴുതിക്കൊണ്ട് പോയാൽ നമ്മൾ അങ്ങ് പൊക്കോണ്ടിരിക്കും. ഓക്കെ, എക്സിനും വൈക്കും 1നും 14നും ഇടയ്ക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. സോ അതിലേതെങ്കിലും 1നും 14നും അല്ല എന്ന് വരുന്നെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ പോസിബിൾ അല്ല. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഏതുവരെ വരുള്ളൂ? 4 12 വരെ വരത്തുള്ളൂ. സോ നമ്മളുടെ ഇവിടെ 6 നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി. ഇനി നമുക്ക് എന്താ പറഞ്ഞേ? റൈറ്റ് ഡൗൺ ഇറ്റ്സ് ഡൊമെയിൻ, കോഡൊമെയിൻ, റേഞ്ച്. നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ഡൊമെയിൻ. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് സെറ്റ് എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്. ഫസ്റ്റ് എലമെന്റ്സ് ഏതൊക്കെ വരാം? 1 2 3 4. ഓക്കെ, അത്രയും മാത്രമേ വരത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഇമേജ് വരണമെന്ന് നിർബന്ധമുണ്ടോ? ഡൊമെയിൻ നമ്മൾ ആദ്യത്തെ സെറ്റ് തന്നെ വരണമെന്ന് നിർബന്ധമുണ്ടോ? ഏതെന്നെ വരണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഓക്കെ, ഫസ്റ്റ് എലമെന്റുകൾ ഏതൊക്കെയാണെന്ന് മാത്രം എഴുതിയാൽ മതി. കോഡൊമെയിൻ ആണെങ്കിലോ, കോഡൊമെയിൻ നമുക്ക് പറയാൻ പറ്റും സെക്കൻഡ് സെറ്റ് ഫുള്ള് വരും അല്ലേ? കോഡൊമെയിൻ എന്ന് പറയുന്നത് ഇമേജ് എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് അതിനെയാണ് കോഡൊമെയിൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം എക്സും വൈയും, വൈ വന്നിരിക്കുന്നതും എ എന്ന് തന്നെയാണ്. സോ കോഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? എ തന്നെയാണ്. ഇനി റേഞ്ച്. റേഞ്ച് എന്താണ് ഇവിടെ? റേഞ്ച് നമുക്ക് നോക്കിയാൽ അറിയാം. റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷൻ ആണ്. സോ ഇവിടെ സെക്കൻഡ് എലമെന്റ്സിന്റെ കളക്ഷൻ ആയിട്ട് ആരൊക്കെയാ വരുന്നത്? 3 6 9 12. ഏതൊക്കെയാ വരുന്നത്? 3 6 9 12. സോ സെറ്റ് 3 6 9 12. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്.
ഓക്കെ, സോ നമ്മൾ ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഡിഫൈൻ എ റിലേഷൻ ആർ ഓൺ ദ സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബൈ r equals സെറ്റ് ordered pair xy such that y equals x plus 5. x is a natural number less than 4. x comma y element of n. Depict the relation using roster form. Write down the domain and the range. So നമുക്കിവിടെ എന്തൊക്കെ എഴുതണം? ഡൊമൈൻ എഴുതണം, റേഞ്ച് എഴുതണം, അതുപോലെ തന്നെ റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ നമുക്കൊന്ന് റോസ്റ്റർ ഫോമിൽ എഴുതി നോക്കാം. നമുക്കിവിടെ എന്താ തന്നിട്ടുള്ളത്? ആറിന് നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് y ഈക്വൽസ് എക്സ് പ്ലസ് 5 ആണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ആണ് എഴുതാം. y ഈക്വൽസ് എന്താണ്? എക്സ് പ്ലസ് 5 ആണ്. എക്സിൻ്റെ കൂടെ എത്ര കൂട്ടണം? 1 കൂട്ടണം. എക്സ് എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4. 4നെക്കാട്ടി ചെറിയ നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂസേ വരാൻ പറ്റുള്ളൂ? 1 വരാം, നാച്ചുറൽ നമ്പർ അല്ലേ, ലെസ് ദാൻ 4 അല്ലേ? യെസ്. 2 വരാം, 3 വരാം, 4 വരാൻ പറ്റുമോ? ഇല്ല, കാരണം എക്സ് ലെസ് ദാൻ 4 ആണ് വരേണ്ടത്. സോ 1, 2, 3 മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പേര് എഴുതാം. എക്സിന് 1 വരുമ്പോൾ വൈയുടെ വാല്യൂ എത്ര? 1 + 5. 1 + 5 എത്ര? 6. സോ 1 വരുമ്പോൾ 6. എക്സിന് 2 വരുമ്പോൾ വൈയുടെ വാല്യൂ 7. 3 വരുമ്പോൾ വൈയുടെ വാല്യൂ 8. എല്ലാത്തിനെയും കൂടെ 5 കൂട്ടിയാൽ മതി അല്ലേ? സോ ഇത്രയും മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? വരത്തുള്ളൂ. സോ ഇവിടെ ആറിൻ്റെ റോസ്റ്റർ ഫോം ഇതാണ്. അല്ലാതെ ഇത് മാത്രം കണ്ടിട്ട് എക്സും വൈയും എന്നിലെ എലമെന്റ് അല്ലേ എന്ന് പറഞ്ഞ് ചാടിക്കയറി എഴുതിക്കൊണ്ടിരുന്നത് ശരിയാവോ? ഇല്ല, കണ്ടീഷനുകളെല്ലാം ശരിയാവണം. എക്സ് എന്ന് പറയുന്നത് 4നെക്കാട്ടി ചെറിയ നാച്ചുറൽ നമ്പർ ആയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിവിടെ ഇത് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഡൊമൈനും റേഞ്ചും പറയാം. കോഡൊമൈൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? എന്ന് തന്നെയായിരിക്കും. കാരണം വൈ സെക്കൻഡ് എലമെന്റ് വന്നിരിക്കുന്ന അവിടെ നിന്നാ നാച്ചുറൽ നമ്പറിൽ നിന്നാണ്. ഓക്കെ, സോ നമ്മളുടെ ഇവിടെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്. സോ സെറ്റ് 1, 2, 3 എക്സിന് വരാൻ പറ്റുന്ന വാല്യൂകളുടെ കളക്ഷൻ ആണ്, വന്നിട്ടുള്ള വാല്യൂകളുടെ കളക്ഷൻ. ഇനി റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്. ഏതൊക്കെ വരും? 6, 7, 8. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഡൊമൈനും റേഞ്ചും. ഇത് നമ്മളുടെ റോസ്റ്റർ ഫോം. അടുത്ത് എ ഈക്വൽ സെറ്റ് 1, 2, 3, 5. 4 ഇല്ല കേട്ടോ, 1, 2, 3, 5 ആണ്. ബി ഈക്വൽ സെറ്റ് 4, 6, 9. ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു ബി. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയണ്ടേ? ആർ ഫ്രം എ ടു ബി ആണ് പറയേണ്ടത്. ഓക്കെ, ആർ ഈക്വൽ സെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് ഓഡ്. എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? ഓഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കാം. അപ്പൊ 1ഉം ഇവിടെ നിന്ന് ഏത് വരാം? 4. 1 - 4. സോ അതിന്റെ ഡിഫറൻസ് ആയതുകൊണ്ട് നമുക്ക് മോഡുലസ് എടുക്കാം. കാരണം നമുക്ക് അതിന്റെ വാല്യൂ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ അവർ തമ്മിലുള്ള വ്യത്യാസമാണ് അറിയേണ്ടത്. സോ അതെന്തായിരിക്കും? 3 ആണ്. അത് ഓടല്ലേ? സോ ഇങ്ങനെ വരുന്ന ആൾക്കാരാണ് നമുക്ക് ആവശ്യം. അതേസമയം 1, 9 പറ്റോ? 1 - 1 9 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 8 ആണ്. 8 എന്താണ്? ഈവൻ ആണ്. സോ അത് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെ വരെ കിട്ടും എന്നുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ഓക്കെ, റോസ്റ്റർ ഫോമിൽ എഴുതാം. റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് ചോദ്യം. അപ്പോൾ 1 ആരുമായിട്ടൊക്കെ പെയർ ആക്കാൻ പറ്റും. 1ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. സോ അത് വരും. അടുത്ത് 1ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 5 ആണ്. സോ അത് വരും. ഓക്കെ, 1ഉം 9ഉം വരോ? ഇല്ല, അവർ തമ്മിലുള്ള ഡിഫറൻസ് 8 ആണ്. ഈവൻ ആണ്. ഓട് വന്നാൽ മാത്രം മതി ഡിഫറൻസ്. ഇന്ന വാല്യൂ തന്നെ വരണമെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അടുത്ത് 2 വന്നാൽ ആരൊക്കെ വരും? 2 വന്നാൽ 4 വരാൻ പറ്റുമോ? 2, 4 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 2 ആണ്. 2 വന്നാൽ 6 വരാൻ പറ്റുമോ? 2ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 4 ആണ്. 2 വന്നാൽ പിന്നെ ആര് വരാം? 9 വരാം. 2ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് 7 ആണ്. അടുത്ത 3 വന്നാൽ ആരൊക്കെ വരാം? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും അല്ലേ? ഒരെണ്ണം ഓടും, മറ്റേത് ഈവനും ആയാൽ മാത്രമേ ഡിഫറൻസ് ഓട് വരത്തുള്ളൂ. 2 ഈവൻ ആയാലും ഡിഫറൻസ് ഈവൻ ആയിരിക്കും, 2ഉം ഓടായാലും ഡിഫറൻസ് ഈവൻ ആയിരിക്കും. സോ നമുക്ക് ഓഡ് ഡിഫറൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ 1 ഈവനും മറ്റേതോടും വരണം. സോ ആദ്യത്തെ 3 എടുത്താൽ പിന്നെ ഏതൊക്കെ വരാം? 3, 4 വരാം, 3, 6 വരാം അല്ലേ? യെസ്. അടുത്ത് 5 എടുത്താലോ? 5 എടുത്താലോ ആരൊക്കെ വരാം? 5, 4 വരാം, 5, 6 വരാം. ഓക്കെ, 3 പേരല്ലേ വരത്തുള്ളൂ. നോക്കിക്കേ, 3ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ഓടാണ്. 6ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ഓടാണ്.
5ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ഓടാണ്, 5ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ഓടാണ്. ഓക്കെ, സോ നമുക്കിവിടെ ഡിഫറൻസ് എടുത്തപ്പോൾ എത്ര കിട്ടി? എല്ലാം ഓട് കിട്ടുന്ന ആൾക്കാർ എഴുതി കഴിഞ്ഞു. സോ നമുക്ക് റോസ്റ്റർ ഫോം മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്രയായപ്പോൾ നമ്മൾ ആൻസർ ആയി. ഇനി ഡൊമൈൻ റേഞ്ച് പറയാനാണെങ്കിലോ ഡൊമൈനിൽ എന്തൊക്കെ വരും? 1 2 3 5 1 2 3 5 ഫുൾ എയും വരുന്നുണ്ട്. ബിയിൽ ആരൊക്കെ വരാം? സോറി, റേഞ്ചിൽ ആരൊക്കെ വരാം? 4 6 9 4 6 9 വരുന്നുണ്ട്, ബി വരുന്നുണ്ട്. അപ്പം എല്ലാവരും വന്നാലും കുഴപ്പമുണ്ടോ? ഇല്ല. സോ നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. The figure shows a relation between the set P and Q. സോ നമുക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്? പിയും ക്യൂവും തമ്മിലുള്ള റിലേഷനാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ബിറ്റ്വീൻ ദ സെറ്റ്സ് P and Q. റൈറ്റ് ദിസ് റിലേഷൻ ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഫസ്റ്റ് നമുക്ക് ഇത് എന്തിൽ എഴുതണം? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക. ഓക്കെ, രണ്ടാമത്തെ റോസ്റ്റർ ഫോമിൽ എഴുതുക. മൂന്നാമത് ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഡൊമൈനും റേഞ്ചും എന്താണെന്നുള്ളത് എഴുതുക. സോ നമുക്കിവിടെ സെറ്റ് നോക്കിക്കേ. പി എന്ന് പറയുന്നതിൽ 5 6 7 ആണുള്ളത്. ക്യൂ എന്ന് പറയുന്നതിലോ 3 4 5 ആണുള്ളത്. 5നെ 3യുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്, 6നെ 4ഉമായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്, 7നെ 5ഉമായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാകും എല്ലാ പിയിലുള്ള എല്ലാ എലമെന്റ്സിനെയും അതിൽ നിന്ന് 2 കുറഞ്ഞ ആൾക്കാരുമായിട്ടാണ് പെയർ ചെയ്തിട്ടുള്ളത് അല്ലേ? 5നെ 3യുമായിട്ട്, 5 - 2 3, 6 - 2 4, 7 - 2 5. സോ അതിൽ നിന്നുള്ള 2 കുറഞ്ഞ ആൾക്കാരുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി നോക്കാം. ഓക്കെ, റിലേഷൻ R ഈക്വൽസ് സെറ്റ് XY such that Y equals X - 2. ഇതിൽ നിന്ന് 2 കുറഞ്ഞ ആൾക്കാരുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പെയർ ചെയ്തിട്ടുള്ള ആ ഒരു റിലേഷൻ കണ്ടുപിടിക്കുക, ഐഡന്റിഫൈ ചെയ്യുക. സോ 2 കുറഞ്ഞ ആൾക്കാരുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പെയർ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് തിരിച്ച് X = Y + 2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതിനെക്കാട്ടി 2 കൂടിയ ആൾക്കാരാണ് ഇവിടെ Xൽ വന്നിട്ടുള്ളത്. ഒരു കുഴപ്പമില്ല കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലാകും? എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? വൈനെക്കാട്ടി 2 കുറവാണ് എക്സിൽ വന്നിട്ടുള്ളത്. സോ Y = X - 2 എന്ന് പറയാം. ഇനി വേറെ എന്ത് പറയാം? എക്സ് എന്ന് പറയുന്നത് പിയിൽ എലമെന്റും Y എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റും ആയിരിക്കണം? ക്യൂവിൽ എലമെന്റും ആയിരിക്കണം. എക്സ് എന്ന് പറയുന്നത് പിയിൽ ആൾക്കാരും, ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് പിയിൽ ആൾക്കാരും, രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ക്യൂവിൽ ആൾക്കാരും ആയിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം. നോക്കിക്കേ, സെറ്റ് ബിൽഡർ ഫോം കംപ്ലീറ്റ് ആയില്ലേ? യെസ്. ഇനി അടുത്ത് നമുക്ക് റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ എന്താണ്? ആരെയൊക്കെയാണോ പെയർ ചെയ്തിരിക്കുന്നത് അവരുടെ പേരായിട്ട് അങ്ങ് എഴുതിയാൽ മതി. സോ 5 3യുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്, 5 3. അടുത്ത് 6 ആരുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്? 4ഉമായിട്ട്, സോ 6 4. 7 ആരുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്? 7 5. ഇത്ര തന്നെ. ഓക്കെ, ഇനി അടുത്ത് എന്താ? ഡൊമൈനും റേഞ്ചും എഴുതാനാണ്. അപ്പോൾ നമുക്ക് ഡൊമൈനും റേഞ്ചും എഴുതാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? ഡൊമൈനിൽ ആരൊക്കെ വരും? ഡൊമൈനിൽ ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ. സോ 5 6 7. റേഞ്ചിൽ ആരൊക്കെ വരും? റേഞ്ചിൽ ആരൊക്കെ വരും? റേഞ്ചിൽ സെക്കൻഡ് എലമെന്റ്സിന്റെ കളക്ഷൻ 3 4 5. ഓക്കെ, സോ അപ്പോൾ ഡൊമൈനും റേഞ്ചും കാര്യങ്ങളൊക്കെ ഐഡിയ കിട്ടിയല്ലോ. യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ലെറ്റ് A equals set 1 2 3 4 6 5 ഇല്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ തന്നിരിക്കും അവര്, നമ്മളെ കൺഫ്യൂഷൻ ആക്കാനാണ്. നമ്മൾ ചാടിക്കയറി ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ മിസ്സിംഗ് ഉള്ളതൊക്കെ ശ്രദ്ധിക്കുക. 1 2 3 4 6 ആണ്. ലെറ്റ് R be the relation defined on A. സോ R from A to A ആണ്. സോ on A ആയതുകൊണ്ട് A to A, എയിൽ നിന്ന് എയിലോട്ട് തന്നെയാണ് ആ റിലേഷൻ പറഞ്ഞിട്ടുള്ളത്. Defined by A ordered pair AB such that AB element of A, B is exactly divisible by A. B is exactly divisible by A. അതായത് ബിനെ എ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അത് ഫാക്ടർ ആവണം. സോ എ എന്ന് പറയുന്ന ബിയുടെ ഫാക്ടർ ആവണം. ഇനി തിരിച്ചു പറഞ്ഞാലോ, ബി എന്ന് പറയുന്ന എന്റെ മൾട്ടിപ്പിൾ ആകണം അല്ലേ? ബി എന്ന് പറയുന്ന എന്റെ മൾട്ടിപ്പിൾ ആകുമ്പോഴല്ലേ തിരിച്ച് നമ്മൾ ഫാക്ടർ ആകുന്നത്? യെസ്. സോ ഇവിടെ ബി എന്ന് പറയുന്നത് എന്റെ മൾട്ടിപ്പിൾ ആകണം. അപ്പൊ ആരൊക്കെ വരും? നമുക്കപ്പോൾ റോസ്റ്റർ ഫോമിൽ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ആർ. അപ്പൊ നമുക്കിവിടെ എന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ആരൊക്കെ നോക്കണം. രണ്ടും എയിൽ നിന്നാണ് വരേണ്ടത്. അപ്പൊ എ സെറ്റ് ഞാൻ ഒന്നും കൂടെ ഇവിടെ എടുത്ത് എഴുതുകയാണ്. സെറ്റ് എ 1 2 3 4 6. ഓക്കെ, അപ്പോൾ നമുക്ക് ആരൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് വരും? ഫസ്റ്റ് 1ന്റെ മൾട്ടിപ്പിൾ ഒക്കെ 1 ആയിട്ട് പെയർ ആണ്.
അല്ലേ? അപ്പോൾ 1ന്റെ മൾട്ടിപ്പിൾ ആരൊക്കെയാണ്? 1ന് 1 തന്നെ മൾട്ടിപ്പിൾ ആണ്, 1ന് 2 മൾട്ടിപ്പിൾ ആണ്, 1ന് 3 മൾട്ടിപ്പിൾ ആണ്, 1ന് 4 മൾട്ടിപ്പിൾ ആണ്, 1ന് 6 മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, 1ന്റെ മൾട്ടിപ്പിൾ ആണ് എല്ലാ നമ്പേഴ്സും. സോ 1 എല്ലാവരുമായിട്ടും പെയർ ചെയ്യാൻ പറ്റും. അടുത്ത് 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വേണം പെയർ ചെയ്യാൻ. സോ 2ന്റെ മൾട്ടിപ്പിൾ ആരൊക്കെയാണ്? 2 ആണ്, 2 4 വരും, 2 6 വരും. ഇനി നമുക്ക് 2 8 ഒക്കെ പറയാൻ പറ്റുമോ? ഇല്ല, കാരണം രണ്ടാമത്തെ എലമെന്റ് ഇതിൻ്റെ അകത്തു നിന്നാണ് വരുന്നത് അല്ലേ? സോ അവിടെ നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കുക. അടുത്ത് 3ന്റെ പേർ ആരൊക്കെ വരും? 3 3യുമായിട്ട് പേർ വരും, 3 6ഉമായിട്ട് പേർ വരും. അടുത്തിനി 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ആരൊക്കെയാണ് വരുന്നത്? 4 മാത്രമേ വരത്തുള്ളൂ. സോ 4 4. അതുപോലെ 6ന്റെ കൂടെ പേരായിട്ട് ആര് വരും? 6 മാത്രമേ വരത്തുള്ളൂ. സോ 6 6. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ആർ, ദ റിലേഷൻ ആർ എന്ന് പറയുന്നത്. സോ നമ്മളപ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത് എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്? ഡൊമെയിനും റേഞ്ചുമാണ് പറയേണ്ടത്. സോ നമുക്ക് അടുത്ത് ഡൊമെയിൻ പറയാം. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമെയിൻ ഓഫ് ആർ. ഡൊമെയിൻ ഓഫ് ആർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മളുടെ ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഫസ്റ്റ് എലമെന്റിൽ ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. എയിലുള്ള എല്ലാ പേരും ഉണ്ട്. സോ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? 1 2 3 4 6. ഓക്കെ, ഇനി അടുത്ത് റേഞ്ച്. മൂന്നാമത്തെ അടുത്തത് എന്താണ്? റേഞ്ച്. റിലേഷന്റെ റേഞ്ച് ഏതൊക്കെയാണ്? സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷൻ ആണ്. നോക്കിക്കേ, 1 2 3 4 6 എല്ലാവരും ഉണ്ട് അല്ലേ? സോ നമുക്കിവിടെ ഡൊമെയിനും റേഞ്ചും എന്ത് തന്നെ കിട്ടി? നമുക്ക് എ തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ ഡൊമെയിനും റേഞ്ചും നമ്മളുടെ സെറ്റ്, അതായത് സെറ്റുകളായിട്ട് തന്നെ വരാം, അതിൻ്റെ സബ്സെറ്റ് ആയിട്ടും വരാം. ഓക്കെ, നമുക്കിനി എന്നാൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഡിറ്റർമിൻ ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ സെറ്റ് ഓർഡേർഡ് പെയർ എക്സ് കോമ എക്സ് പ്ലസ് 5 such that x element of set 0 1 2 3 4 5. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇത് എഴുതണം. ഇതിന് നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്ന എക്സ് കോമ വൈ എന്ന് പറഞ്ഞൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഇവിടെ നമുക്കറിയാം എക്സ് കോമ എക്സ് പ്ലസ് 5. അപ്പോൾ നമ്മൾ എക്സ് കോമ വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽസ് എക്സ് പ്ലസ് 5 എന്ന് പറയുന്നതിന് പകരം നമ്മളിവിടെ ഒറ്റയടിക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒറ്റയതായിട്ട് എക്സ് കോമ എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ് ആരുമായിട്ടാണ് പേരാവേണ്ടത്? എക്സിനെ കാട്ടി 5 കൂടിയ ആൾക്കാരുമായിട്ടാണ് പേരാവേണ്ടത്. എക്സ് എവിടെ നിന്ന് വരണം? 0 തൊട്ട് 1 വരെയുള്ള ഹോൾ നമ്പേഴ്സിന്റെ അകത്തുനിന്ന് വേണം എക്സ് വരേണ്ടത്. വൈയുടെ കേസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ റിലേഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് അതിനെ റെസ്ട്രിക്റ്റ് ഒന്നും ചെയ്യണ്ട കേട്ടോ. നമുക്ക് എവിടെ നിന്ന് വേണോ അത് വരാം. അപ്പം നമുക്കിവിടെ 6 ഒന്ന് എഴുതി നോക്കാം. അപ്പം നമുക്ക് 6ൽ ഏത് നമ്പർ വേണോ വരാം. ഓക്കെ, അപ്പോൾ 0 ആദ്യത്തെ എക്സിന് വരാൻ പറ്റുന്ന ഇതിൻ്റെ അകത്തുനിന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ സോ എക്സിന് 0 എടുത്താൽ വൈക്ക് എന്ത് വരും? സെക്കൻഡ് എലമെന്റ് എന്താ വരേണ്ടത്? 0 പ്ലസ് 5 ആണ് വരേണ്ടത്, അതായത് 5 തന്നെ. 1 വരുമ്പോഴോ 6, അതായത് ആദ്യത്തെ എലമെന്റിനെ കാട്ടി 5 കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പോൾ 2 വരുമ്പോൾ 7, 3 വരുമ്പോൾ 8, 4 വരുമ്പോൾ 9, 5 വരുമ്പോഴോ 10. ഓക്കെ, ഇതാണ് നമ്മളുടെ റിലേഷൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ആദ്യത്തെ സെറ്റ് ഏതാണ്, ഏതിൽ നിന്ന് ഏതിലേക്കാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് എല്ലാവരുടെയും എഴുതാം, പേഴ്സും എഴുതാം. ഓക്കെ, സോ എക്സ് വരേണ്ടത് 0 തൊട്ട് 5 വരെ, അതിൻ്റെ എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേഴ്സും നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഡൊമെയിനും റേഞ്ചും ആണ് പറയേണ്ടത്. സോ ഡൊമെയിൻ ആരൊക്കെ ആയിരിക്കും? ഡൊമെയിൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് ഏതൊക്കെയാണ്? 0 1 2 3 4 5. ഓക്കെ, നമ്മളുടെ എക്സ് വരുന്ന ആ ഒരു കളക്ഷൻ തന്നെ എല്ലാം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി റേഞ്ച് ഏതൊക്കെയാണ്? റേഞ്ച് എന്ന് പറയുന്നത് വൈ വാല്യൂസിന്റെ കളക്ഷൻ ആണ്, സെക്കൻഡ് എലമെന്റിന്റെ കളക്ഷൻ ആണ്. സോ അത് ഏതൊക്കെയാണ്? 5 6 7 8 9 10. ഓക്കെ, സോ അതാണ് എന്ത് കിട്ടുന്നത്? നമ്മുടെ വൈ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? യെസ്. എന്നാൽ നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? Write the relation R such that x cube x is a prime number less than 10. 10നെക്കാട്ടി ചെറിയ പ്രൈം നമ്പർ ആണ് എക്സിന് വരേണ്ടത്. എന്നിട്ട് അതിന്റെ ഫോം എന്താ? എക്സ് കോമ എക്സ് ക്യൂബ് എന്നുള്ള ഫോമിലാണ് വരേണ്ടത്. ഓക്കെ, അതിന് റോസ്റ്റർ ഫോമിൽ എഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് അവിടെ ഏതിന്റെ എലമെന്റ് വരാം? എക്സ് എലമെന്റ് ഓഫ് ഏത് സെറ്റ് ഒക്കെ വരാം? എക്സ് എലമെന്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. 10നെക്കാട്ടി ചെറിയ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 3 5
7. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിന് വരാൻ പറ്റുന്ന വാല്യൂസ് 2, 3, 5, 7 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷൻ എന്ന് റോസ്റ്റർ ഫോമിൽ നമുക്ക് എഴുതി നോക്കാം. എങ്ങനെയായിരിക്കും? 2, 2 ക്യൂബ്, 3, 3 ക്യൂബ്, 4, 4 ക്യൂബ്, 4, 4 ക്യൂബ് ഇല്ല, സോറി, ആ ഫ്ലോയിൽ പോയതാണ്, ശ്രദ്ധിക്കണം അല്ലേ? യെസ്, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. 3, 3 ക്യൂബ്, അടുത്ത് 5, 5 ക്യൂബ്, 7, 7 ക്യൂബ്. ഇത്രയുമാണ് നമ്മളുടെ 6 എലമെന്റ്സ്. ഇനി നമ്മൾ ഇങ്ങനെ എഴുതി നിർത്തരുത്. ഓക്കെ, ഇതിന്റെ ക്യൂബുകളും കൂടെ എടുത്ത് എഴുതി അങ്ങ് നിർത്തുക. സോ നമ്മൾക്ക് ഏതൊക്കെ വരാം? 2, 2 ക്യൂബ് എത്രയാ? 8. 3, 3 ക്യൂബ് എത്രയാ? 27. 5, 5 ക്യൂബ് എത്രയാ? 125. ഓക്കെ, 7, 7 ക്യൂബ് എത്രയാ? 343. ഓക്കെ, സോ നമ്മളുടെ റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിന്റെ ഡൊമെയിൻ എന്താണ്, റേഞ്ച് എന്താണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ റോസ്റ്റർ ഫോം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അടുത്തിനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് എക്സ് വൈ ഇസഡ്, ബി ഈക്വൽ ടു സെറ്റ് 1, 2. ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്ക് പറയാൻ പറ്റുന്ന നമ്പർ ഓഫ് റിലേഷൻസ് പറയുക. വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്ക് ഇവിടെ ആദ്യം എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3 3 എലമെന്റ്സ് ആണ് എയിലുള്ളത് അല്ലേ? അപ്പോൾ ബിയിൽ ഇനി എത്ര എലമെന്റ്സ് ഉണ്ട്? ബിയിൽ എലമെന്റ്സ് എന്ന് പറയുന്നത് 1, 2 2 എലമെന്റ്സ് ആണ് ബിയിലുള്ളത്. ഓക്കെ, എയിൽ 3 എലമെന്റ്സും ബിയിൽ 2 എലമെന്റ്സും ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? എൻ ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ആണ് ഉള്ളത്? എൻ ഓഫ് എ ടൈംസ് എൻ ഓഫ് ബി ആണ്. ഓക്കെ, അത് എത്രയാ? എൻ ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്. 3 times 2 അത് എത്ര വരും? 6 എലമെന്റ്സ്. എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ആണുള്ളത്? 6 എലമെന്റ്സ് ആണ്. നമുക്കറിയാം ഒരു എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ എല്ലാ സബ്സെറ്റുകളും ഓരോ റിലേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര റിലേഷൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി എന്തുമാത്രം നോക്കിയാൽ മതി? എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം നോക്കിയാൽ മതി അല്ലേ? കാരണം ഓരോ സബ്സെറ്റും ഓരോ ഡിസ്റ്റിങ്ക്റ്റ് റിലേഷൻസ് ആണ്. സോ നമുക്കിവിടെ എയിൽ നിന്ന് ബിയിലോട്ട് നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. ഓക്കെ, ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലോട്ടുള്ള നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി. ഓക്കെ, എ ക്രോസ് ബിയുടെ നമ്പർ ഓഫ് സബ്സെറ്റ്സിന് തുല്യം തന്നെയാണ് എന്തെന്ന് പറയുന്നത്? എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻസിന്റെ എണ്ണം പറയുന്നത്. കാരണം ഓരോ സബ്സെറ്റും ഓരോ റിലേഷനാണ്. അപ്പൊ റിലേഷന്റെ എണ്ണം അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സ് കണ്ടുപിടിച്ചാൽ മതി. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് എന്താണ്? എ ക്രോസ് ബിയിൽ 6 എലമെന്റ്സ് ഉണ്ട്. സോ എത്ര എലമെന്റ്സ് ആണോ ഉള്ളത് അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2m ചെയ്താൽ മതി. സോ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2⁶ എടുത്താൽ മതി. സോ എയിൽ നിന്ന് ബിയിലോട്ടുള്ള നമ്പർ ഓഫ് റിലേഷൻസ് എത്രയാണ്? 2⁶ ആണ്. അഥവാ 64 റിലേഷൻസ് നമുക്ക് എയിൽ നിന്ന് ബിയിലോട്ട് പറയാൻ കഴിയും. സോ നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം. ലെറ്റ് ആർ ബി ദ റിലേഷൻ ഓൺ ഇസഡ്. ആർ എന്ന് പറയുന്നത് ഇസഡിലെ റിലേഷൻ ആണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണ്. ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ സെറ്റ് എ ബി സച്ച് ദാറ്റ് എ ബി എലമെന്റ് ഓഫ് സി എ മൈനസ് ബി ഈസ് എൻ ഇൻറ്റിജർ. അപ്പോൾ എയും ബിയും ഇൻറ്റിജർ ആയിരിക്കണം, എ മൈനസ് ബി ഇൻറ്റിജർ ആയിരിക്കണം. അങ്ങനെ വരുന്ന ആൾക്കാരാണ് ഇവിടെ വരുന്നത്, നമ്മളുടെ റിലേഷൻസിൻ്റെ അകത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൊമെയിൻ കണ്ടുപിടിക്കുക, റേഞ്ച് കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങൾ റോസ്റ്റർ ഫോമിൽ എഴുതാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. കാരണം എ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് സെറ്റ് ആണ്, ബി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് സെറ്റ് ആണ്. കാരണം രണ്ടും എന്താണ്? ഇസഡ് ആണ്. ഇൻറ്റിജേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് വരും, നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് വരും, 0 വരും. ഓക്കെ, സോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് എയിലും ബിയിലും വരുന്നത്. ഓക്കെ, സോറി, എയ്ക്കും ബിക്കും പോസിബിൾ ആയിട്ടുള്ളത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ അതിൽ ഓരോന്നും പോസിബിൾ ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന പറ്റത്തില്ല. അതിന് പകരം ഇവിടെ നോക്കിക്കേ, എ മൈനസ് ബി ഇൻറ്റിജർ ആവണം. ഏത് 2 ഇൻറ്റിജേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? ഇൻറ്റിജറേ കിട്ടത്തുള്ളൂ. അല്ലാതെ ഇൻറ്റിജർ അല്ലാണ്ട് വേറെ ഏതെങ്കിലും നമ്പർ കിട്ടുമോ? റാഷണൽ നമ്പേഴ്സോ ഇറാഷണൽ നമ്പറോ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ കിട്ടുമോ 2 ഇൻറ്റിജേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ? ഇല്ല. ഏത് 2 ഇൻറ്റിജേഴ്സ് സബ്ട്രാക്ട് ചെയ്താലും
ഇൻറ്റിജറെ കിട്ടത്തുള്ളൂ. അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻറ്റിജർ, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് ഈസ് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സെറ്റാണ്. എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താലും അത് അതിനുള്ളിൽ തന്നെ നിൽക്കും. അതായത് ഏത് രണ്ട് ഇൻറ്റിജേഴ്സ് സബ്ട്രാക്ട് ചെയ്താലോ അത് നമുക്ക് എന്തിൽ തന്നെ നിൽക്കും? ഇൻറ്റിജറിൻ്റെ അകത്ത് തന്നെ നിൽക്കും. ഓക്കെ, സോ നമുക്ക് പറയാം വി നോ, നമ്മൾ പണ്ട് കുഞ്ഞിലെ പഠിച്ചതാണ് ക്ലോസ്ഡ് ഒക്കെ അല്ലേ. വി നോ integers is closed under subtraction. Okay, subtraction കേസിൽ integer എന്താണ്? ക്ലോസ്ഡ് ആണ്. അതായത് that is if a comma b element of z, then a minus b is always an integer. a minus b എപ്പോഴും എന്തായിരിക്കും? ഒരു ഇൻറ്റിജർ ആയിരിക്കും. എയും ബി ഇൻറ്റിജർ ആണെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? സബ്ട്രാക്ഷൻ എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും. എ എന്ന് ബി കുറച്ചാലും ഇൻറ്റിജർ തന്നെ കിട്ടും. നാച്ചുറൽ നമ്പറിൽ ഇത് ശരിയാണോ? അല്ല. കാരണം 2 നാച്ചുറൽ നമ്പർ ആണ്, 3 നാച്ചുറൽ നമ്പർ ആണ്. പക്ഷെ 2 - 3 എന്ന് പറയുന്നത് -1 ആണ്, നാച്ചുറൽ നമ്പർ അല്ല. പക്ഷേ ഇൻറ്റിജേഴ്സിന്റെ കേസിൽ ഇത് പോസിബിൾ ആണ്. ഓക്കെ, ഏത് രണ്ട് ഇൻറ്റിജേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താലും നിങ്ങൾക്ക് എന്തേ കിട്ടത്തുള്ളൂ? ഇൻറ്റിജറേ കിട്ടത്തുള്ളൂ. അതായത് ഇവിടെ എല്ലാ എക്കും ബിക്കും ഇത് പോസിബിൾ ആണ്. ഓക്കെ, നമ്മളപ്പോൾ ഏത് എയും ബിയും എടുത്താലും അവർ തമ്മിൽ ഡിഫറൻസ് എടുത്താൽ എന്തേ കിട്ടത്തുള്ളൂ? ഇൻറ്റിജറേ കിട്ടത്തുള്ളൂ. സോ ഇവിടെ എക്കും ബിക്കും വരാൻ പറ്റുന്ന വാല്യൂസ് എന്ത് തന്നെയാണ്? ഇൻറ്റിജേഴ്സിലുള്ള എല്ലാ ആൾക്കാരും എക്കും വരാം, എല്ലാ ആൾക്കാരും ബിക്കും വരാം. ഓക്കെ, സോ നമുക്കപ്പോൾ എങ്ങനെ പറയാം? ഡൊമെയിൻ എന്ന് പറയുന്നത് എക്ക് വരാൻ പറ്റുന്ന വാല്യൂസ് ആണ്. എക്ക് വരാൻ പറ്റുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൊമെയിൻ. സോ ഇവിടുത്തെ റിലേഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇസഡ് തന്നെയാണ്, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് തന്നെയാണ്. റേഞ്ച് എന്ന് പറഞ്ഞാലോ എന്ത് തന്നെയാണ്? സെറ്റ് ഓഫ് ഇൻറ്റിജർ ആണ്. കാരണം ഫസ്റ്റ് എലമെന്റിനും സെക്കൻഡ് എലമെന്റിനും ഏത് ഇൻറ്റിജറും വരാം. കാരണം ഏത് ഇൻറ്റിജേഴ്സ് വന്നാലും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഇൻറ്റിജർ തന്നെ കിട്ടും. ഓക്കെ, സോ ഡൊമെയിനും ഇസഡ് ആണ്, റേഞ്ചും ഇസഡ് ആണ്. അപ്പോൾ ഓക്കെ, സോ നമുക്കപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് റിലേഷൻസിൻ്റെ അകത്തുള്ളത്. നമ്മളപ്പോൾ എന്താണ് റിലേഷൻ എന്താണെന്നുള്ളത് പഠിച്ചു. റിലേഷൻ എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ ഒരു സബ്സെറ്റ് ആണ്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകൾ പരിചയപ്പെട്ടു. പിന്നെ ഒത്തിരി ഡിഫറൻറ്റും വെറൈറ്റീസുമായിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ വർക്കൗട്ട് ചെയ്തു. സോ വി ആർ ഓൾ പാക്ഡ് അല്ലേ? നമ്മൾ ഫുള്ളി എല്ലാം പഠിച്ചു. റിലേഷൻ എന്താണെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫംഗ്ഷൻ എന്താണെന്ന് കാണാം. ഓക്കെ, സോ അതുവരെ ബൈ ബൈ.